KK's എഡ്യൂക്കേഷണൽ അരീനയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. Horagallu is an anecdote by Sudha Murthy. Sudha Murthy is a prolific writer in Kannada and English. Horagallu is a stone bench which helps people to put their weights down. Similarly, there are people who are able to listen to other people, listen to the problems of other people. They are doing a great service. People can sit on Horagallu, relax there, chat with fellow travelers and share the news of the road. They get relief. Similarly, modern people have a lot of problems. If there is someone to listen to them, it will be a great help for them. പണ്ട് കാലത്ത് തലച്ചുമടായിട്ടാണ് ആളുകൾ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അവർക്ക് ഇടയ്ക്കൊന്ന് വിശ്രമിക്കണമെന്ന് കണ്ടാൽ ചുവട് താങ്ങുകൾ വളരെ സഹായകരമായിരുന്നു. അതിന്മേൽ ചുമടിറക്കി വെക്കാം, അവിടെ വിശ്രമിക്കാം. ഇന്നത്തെ ലോകത്ത് മനുഷ്യർക്ക് ഒരുപാട് ടെൻഷനുണ്ട്. അപ്പൊ ഈ ടെൻഷനൊക്കെ മറ്റുള്ളവരോടൊന്ന് പങ്കുവെക്കുമ്പോൾ, ദുഃഖങ്ങൾക്ക് കാരണമായ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവെക്കുമ്പോൾ അത് വളരെ കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് അത് കേൾക്കാൻ മനസ്സുള്ള മനുഷ്യരെ ചുമട് താങ്ങുകളുമായിട്ട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. Horagallu, Sudha Murthy. Hot summer days remind me of my childhood in a little village. വേനൽക്കാലത്ത് ഞാൻ എൻ്റെ ഗ്രാമത്തെ ഓർക്കാറുണ്ട്. There was a large banyan tree right in the middle of the village and I would spend many hours playing under it during my holidays. എൻ്റെ ഗ്രാമത്തിൽ ഒരു വലിയ ആൽവൃക്ഷമുണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ ഞാൻ മണിക്കൂറുകളോളം കളിച്ചിട്ടുണ്ട്. The tree was like a massive umbrella with its branches providing much needed shade and succor. അത് ഒരു വലിയ കുട പോലെയായിരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും അത് തണൽ തന്നിരുന്നു. Travelers spent some time sitting under it and catching their breath before going on their way. യാത്രക്കാരെ അതിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചിരുന്നു. To make them comfortable, there was a Horagallu under the tree. അവർക്ക് വളരെ സൗകര്യപ്രദമായി ഒരു ഹൊറിഗല്ലുവും ഉണ്ടായിരുന്നു. Horagallu literally means a stone that can bear weight. ഹൊറിഗല്ലുവിൻ്റെ അർത്ഥം ചുമട് താങ്ങി എന്നാണ്. It was a large flat stone placed horizontally over two vertical ones, thus making a stone bench on which anyone could sit, rest a while, chat with a fellow traveler and exchange news of the road. കുത്തനെ കുഴിച്ചിട്ടിരിക്കുന്ന രണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റോൺ, അതിൻ്റെ പുറത്ത് ഹൊറിസോണ്ടലായിട്ട് ഒരു സ്റ്റോൺ, ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ, അതാണ് ഹൊറിഗല്ലു. അതിൽ ആൾക്കാർക്ക് ഇരിക്കാം, അല്പനേരം വിശ്രമിക്കാം, സഹയാത്രികരുമായി സംസാരിക്കാം, ന്യൂസ് പങ്കുവയ്ക്കാം, അവരുടെ ഭാരം അതിൽ ഇറക്കി വയ്ക്കാം. കൂൾ വാട്ടർ വുഡ് ബി കെപ്റ്റ് ഇൻ earthen pots നിയർ ദി ബെഞ്ച് ആൻഡ് പീപ്പിൾ കുഡ് quench their thirst ബിഫോർ സ്റ്റാർട്ടിങ് their ജേർണി again. അവിടെ മൺകൂജകളിൽ തണുത്ത വെള്ളം വെച്ചിരിക്കും, അതെടുത്ത് കുടിച്ച് വീണ്ടും അവർക്ക് യാത്ര തുടരാം. I am sure similar simple arrangements can be found in villages all over the country. ഈ ചുമടുതാങ്ങി പോലെയുള്ള വസ്തുക്കൾ രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങളിലും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. The Horagallu in our village holds special memories for me as it is inextricably linked with my grandfather. ഈ ചുമടുതാങ്ങിക്ക് എൻ്റെ അപ്പൂപ്പനുമായി ഒരു ബന്ധമുള്ളതുകൊണ്ട് അതെൻ്റെ ഓർമ്മയിൽ ഇന്നും പച്ചപിടിച്ച് നിൽക്കുന്നു. He was a retired school teacher and would spend hours every day sitting under the banyan tree and talking to those resting there. അദ്ദേഹം പെൻഷൻ പറ്റിയ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹം മണിക്കൂറുകളോളം ആളുകളോട് സംസാരിച്ച് ആ ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമായിരുന്നു. When I would get tired of playing, I would sit next to him and observe the people he was speaking to and listen to their conversations. ഞാൻ കളിച്ച് ക്ഷീണിക്കുമ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയും അവരുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. Most of them were villagers taking a break from their work in fields nearby. കൂടുതലും ഗ്രാമീണരായിരുന്നു, അവർ പാടത്ത് പണിയെടുക്കുന്നവരായിരുന്നു. ഇടയ്ക്കൊരു ബ്രേക്കിന് വേണ്ടിയാണ് ആ ആൽമര ചുവട്ടിലേക്ക് അവർ വന്നിരുന്നത്. They had to walk long distance each day, carrying heavy burdens on their heads. തലച്ചുമടായി വലിയ ഭാരം ചുമന്നുകൊണ്ട് അവർക്ക് വലിയ ദൂരം ദിവസവും താണ്ടേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. Tired out by heat,
they would drink cool water, wash their faces with it and chat with grandfather. അവർ ചൂട് മൂലം ധാരാളം വെള്ളം, തണുത്ത വെള്ളം കുടിക്കുകയും മുഖം കഴുകുകയും അപ്പൂപ്പനോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. Their conversation would be about their daily lives and worries. നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവർ അപ്പൂപ്പനോട് സംസാരിച്ചിരുന്നത്. മാസ്റ്റർ ജി, ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്. മാഷെ, ഇപ്രാവശ്യം ചൂട് വളരെ കൂടുതലാണ്. ഐ ഹാവ് നെവർ സീൻ സച്ച് ഡ്രൈ വെതർ. ഇത്ര വരണ്ട കാലാവസ്ഥ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഓ മാസ്റ്റർ ജി, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ക്യാരി ദീസ് ലാർജ് ലോഡ്സ് ഓൺ മൈ ഹെഡ്. സാറേ, ഈ വലിയ ഭാരം തലച്ചുമടായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊറിഗല്ലു. ഈ ഹൊറിഗല്ലു ഇവിടെ ഉള്ളതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഐ വിഷ് മൈ സൺ വുഡ് ഹെൽപ്പ് ബട്ട് ഹീ ഓൺലി വോണ്ട്സ് ടു ഗോ ടു ദ സിറ്റി. എൻ്റെ മകൻ എന്നെ സഹായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ അവൻ സിറ്റിയിൽ പോയി ജീവിക്കാനാണ് അവനിഷ്ടം. ദേ സ്പോക്ക് അബൌട്ട് ദ ഡിഫിക്കൽട്ടീസ് ദേ ലിവ്ഡ് വിത്ത്. അപ്പൂപ്പനും ആ നാട്ടുകാരും ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് ഓൺലി ലിസൺ ടു ദം ബട്ട് ജസ്റ്റ് ടോക്കിംഗ് ടു ഹിം സീംഡ് ടു റിഫ്രഷ് ദം ഫോർ ദ ജേണി. അപ്പൂപ്പൻ അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ, പക്ഷേ അതുതന്നെ അവർക്ക് വലിയ ആശ്വാസമായിരുന്നു. ആഫ്റ്റർ സം ടൈം they would pick up their burdens with some ease and go on their way. അല്പസമയത്തിന് ശേഷം അവരവരുടെ ചുമടുമെടുത്തുകൊണ്ട് പോകുമായിരുന്നു. The Horigallu was an important feature in their lives, and as a child I would often not understand why they blessed it so often for being there. ഹൊറിഗല്ലു അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. എനിക്ക് ഒരു കുട്ടിയെന്ന നിലയിൽ അത് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് ഓൺലി എ സ്റ്റോൺ ബെഞ്ച്. അതിനെല്ലാം ഉപരിയായി അതൊരു സ്റ്റോൺ ബെഞ്ച് മാത്രമായിരുന്നു എനിക്ക്. ഇറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ ഹൂ ടോൾഡ് മീ, ചൈൽഡ്, എ ഹൊറിഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേർണി. അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു, കുഞ്ഞ്, ഹൊറിഗല്ലു ഏത് യാത്രയിലും വളരെ പ്രധാനപ്പെട്ടതാണ്. വി ഓൾ ക്യാരി our burdens according to our situations and capacities. നമ്മൾ ഭാരം ചുമക്കുന്നത്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് നമ്മളുടെ കഴിവിൻ്റെയും സാഹചര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ബട്ട് എവരി വൺസ് ഇൻ എ വൈൽ we need to stop, put down that burden and rest. പക്ഷേ ഇടയ്ക്കൊക്കെ നമുക്ക് വിശ്രമിക്കേണ്ടതായിട്ട് വരും. Only then can we be refreshed enough to pick up the load once more. എന്നാൽ മാത്രമേ ഒന്ന് റിഫ്രഷ് ആയ ശേഷം വീണ്ടും ഭാരം ചുമന്നുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനാകൂ. The Horigallu gives everyone that opportunity to do so. ഹൊറിഗല്ലു എല്ലാവർക്കും അതിനുള്ള അവസരം കൊടുക്കുന്നു. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ റീഗെയിൻ ദെയർ സ്ട്രെങ്ത്. അവരുടെ കരുത്ത് വീണ്ടെടുക്കാൻ ആളുകളെ അത് സഹായിക്കുന്നു. Later on in life, I go to see something that reminded me of that stone bench once again. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ആ സ്റ്റോൺ ബെഞ്ചിനെ ഓർക്കാനുള്ള അവസരം വന്നു ചേർന്നു. ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ, നൗ മുംബൈ. ഞാനത് ബോംബെയിൽ, അതായത് ഇപ്പോൾ മുംബൈയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. One of my colleagues, Ratna, was a senior clerk, middle-aged and always smiling. എൻ്റെ സഹപ്രവർത്തക പേര് രത്ന എന്നാണ്. അവർ സീനിയർ ക്ലർക്കായിരുന്നു, മധ്യവയസ്കയായിരുന്നു, എപ്പോഴും ചിരിക്കുന്ന ആളായിരുന്നു. ഷീ ഹാഡ് ഡൺ ഹർ ഗ്രാജുവേഷൻ ആൻഡ് ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദ കമ്പനി ഫോർ നിയർലി 25 years. അവർ ബിരുദധാരിയായിരുന്നു. 25 വർഷമായിട്ട് ആ കമ്പനിയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. ഷീ വെൻറ്റ് അബൌട്ട് ഹർ റെപ്പറ്റേറ്റീവ് മണ്ടെയിൻ വർക്ക് വിത്ത് ആൻ ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ്. അവർ നിരന്തരമായി ഈ ബോറടിപ്പിക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത്, പക്ഷേ അവരിൽ എല്ലായ്പ്പോഴും സന്തോഷമുണ്ടായിരുന്നു. ഇവിടെ എഴുത്തുകാരി ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം വളരെ ബോറടിപ്പിക്കുന്ന ജോലിയാണ് അവർ ചെയ്തിരുന്നത് എങ്കിലും അവർ എല്ലായ്പ്പോഴും സന്തോഷവതിയായി കാണപ്പെട്ടു, മറ്റു മനുഷ്യരെ സന്തോഷവതിയാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. Every day during the lunch hour, she would sit with some person in one of the rooms and they would have long chats. എല്ലാ ദിവസവും ഉച്ചസമയത്ത്, ലഞ്ച് സമയത്ത് രത്ന എന്ന എൻ്റെ കൂട്ടുകാരി ഏതെങ്കിലും ഒരു വ്യക്തിയോടൊപ്പം ഒരു മുറിയിലിരുന്ന് സംസാരിക്കും. ഐ വുഡ് ഓഫൺ വണ്ടർ വാട്ട് ദേ ടോക്ക്ഡ് അബൌട്ട്. അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വൺ ഡേ ഐ ഫൈനലി ആസ്ക്ഡ് ഹർ. ഒരു ദിവസം ഞാൻ അവരോട് ചോദിച്ചു, രത്ന, വാട്ട് ഡു യു ടോക്ക് വിത്ത് ഈച്ച് പേഴ്സൺ ഫോർ ദി ഹോൾ ലഞ്ച് അവർ? ഓരോ ദിവസവും ലഞ്ച് അവറിൽ ഓരോരുത്തരോട് നിങ്ങൾ സംസാരിക്കുന്നത് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. രത്ന സ്മൈൽഡ് ആൻഡ് സെഡ് സിംപ്ലി, ദേ ഷെയർ ദെയർ ട്രബിൾസ് വിത്ത് മീ. അപ്പോൾ ചിരിച്ചുകൊണ്ട് രത്ന പറഞ്ഞു, അവരവരുടെ ദുഃഖങ്ങൾ എന്നോട് പങ്കുവയ്ക്കുന്നു.
But how can you solve the problems of so many people? Do you always have an answer for them? ഒത്തിരി ആൾക്കാരുടെ ഈ പ്രശ്നങ്ങളൊക്കെ നീ എങ്ങനെ പരിഹരിക്കും? നിൻ്റെ കയ്യിൽ എന്തെങ്കിലും പരിഹാര മാർഗങ്ങളുണ്ടോ? നോ, ഐ ഓൺലി ലിസൺ. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ ശ്രദ്ധിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. അത് മതി. ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലം. അതുകൊണ്ട് പ്രശ്നം തീരുമോ? ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡുലസ് അറ്റ് സച്ച് എ സിംപ്ലിസ്റ്റിക് ഔട്ട്ലുക്ക്. എനിക്ക് പക്ഷേ അത് വിശ്വാസമായില്ല. But Ratna answered with same patience and affection that she must have used with all my colleagues. മറ്റ് സഹപ്രവർത്തകരോട് അവൾ കാണിച്ചിട്ടുള്ള ക്ഷമയും വാത്സല്യവും അവൾ എന്നോടും കാണിച്ചു. ഐ ആം നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ ഓർ ആൻ ഇൻ്റലക്ച്വൽ. ഞാൻ പരിശീലനം കിട്ടിയ കൗൺസിലർ അല്ല, ഞാനൊരു ബുദ്ധിജീവി അല്ല. നോ വൺ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം. നിങ്ങളുടെ പ്രശ്നം ആർക്കും പരിഹരിക്കാൻ കഴിയില്ല. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. നിങ്ങൾ സ്വയം അത് പരിഹരിക്കണം. Then how do you help them by listening to them? ശ്രദ്ധിക്കുക മാത്രം ചെയ്തുകൊണ്ട് എങ്ങനെ അവരെ നിങ്ങൾക്ക് സഹായിക്കാനാവും? God has given me 2 ears to listen to others. അപ്പോൾ രത്ന പറഞ്ഞു, ദൈവം എനിക്ക് 2 ചെവികൾ തന്നിട്ടുണ്ട്. I hear them out with sympathy and without any judgment. ഞാൻ വളരെ സഹതാപത്തോടെ അവർ പറയുന്നത് കേൾക്കുന്നു, പക്ഷേ ജഡ്ജ്മെൻ്റ് ഒന്നും ഞാൻ പറയാറില്ല. When a person is in trouble or under a lot of strain finds an outlet for his worries, it relieves half his burden. ഒരു മനുഷ്യൻ മനപ്രയാസം അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കുമ്പോൾ അയാൾക്കൊരു ഔട്ട്ലെറ്റ് വേണം, ദുഃഖങ്ങൾ പുറത്തേക്ക് ഒഴുകിപ്പോകാൻ. അത് അയാൾക്ക് അയാളുടെ ദുഃഖങ്ങളെ പകുതിയാക്കി തീർക്കുന്നു. I thought for some time and said, but don't you ever break the confidence and tell others the secrets you hear? ഈവൻ ബൈ മിസ്റ്റേക്ക്. അവർ പറയുന്ന രഹസ്യങ്ങൾ നിങ്ങൾ മറ്റാരോടെങ്കിലും പറയാറുണ്ടോ, അബദ്ധത്തിലെങ്കിലും? നോട്ട് ഈവൻ ഇൻ മൈ ഡ്രീംസ്. സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേസ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും മോശപ്പെട്ട ചതിയാണെന്ന് ഞാൻ കരുതുന്നു. ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എ ഗ്രേറ്റർ സിൻ ദാൻ ബിട്രയിങ് സംവൺസ് കോൺഫിഡൻസ്. മറ്റൊരാളിൻ്റെ വിശ്വാസത്തെ തകർക്കുന്നത് ഏറ്റവും വലിയ പാപമാണെന്ന് ഞാൻ കരുതുന്നു. They tell me their worries because they know I will never talk about it or gossip about it to another person. അവരെന്നോടത് പറയുന്നത് ഞാൻ അവരുടെ രഹസ്യങ്ങൾ മറ്റൊരാളിനോട് പറയില്ലെന്നും അപവാദ പ്രചരണം നടത്തുകയില്ലെന്നും അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. Only when they know their words are secure with me can they talk to me freely. അവരുടെ വാചകങ്ങൾ എന്നിൽ സുരക്ഷിതമാണെന്ന് അറിയാം, അതുകൊണ്ടാണ് അവരെന്നോട് സ്വതന്ത്രമായി സംസാരിക്കുന്നത്. This way I relieve their burden for a short while till they are ready to pick themselves up and carry on with their journey. അങ്ങനെ ഞാൻ അവരുടെ ദുഃഖങ്ങളെ കുറേ നേരത്തേക്ക് കുറയ്ക്കുന്നു. അതിനുശേഷം അവർ അവരുടെ ഭാരവും എടുത്തുകൊണ്ട് യാത്ര തുടരുന്നു. Her words uncannily echoed my grandfather's sitting on the stone bench under the banyan tree. അവളുടെ വാക്കുകളിൽ എൻ്റെ അപ്പൂപ്പൻ്റെ വാക്കുകൾ പ്രതിധ്വനിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആൽമര ചുവട്ടിലിരുന്ന് ആളുകളോട് സംസാരിക്കുന്ന അപ്പൂപ്പൻ്റെ വാക്കുകൾ. Perhaps in their own small ways, without access to great wealth, both these people were doing tremendous social service. അവർ രണ്ടുപേരും, രത്നയും അപ്പൂപ്പനും, അവരുടേതായ രീതികളിൽ മഹത്തായ സാമൂഹിക സേവനമാണ് ചെയ്യുന്നത്. No one thought of acknowledging their work or rewarding them for it, but they continued to do so as these acts of kindness gave them joy. ആരും അവരെ അംഗീകരിക്കുന്നില്ല, അവർക്കെന്തെങ്കിലും പ്രതിഫലം കൊടുക്കുന്നില്ല, പക്ഷേ അവരവരുടെ ജോലി തുടരുന്നു. ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് അവർക്ക് സന്തോഷം കിട്ടുന്നു. If ever now I happen to pass a horigallu in a village, I remember them and wish there were many more of them in this world. ഞാൻ ഇപ്പോൾ ഏതെങ്കിലും ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഹൊറിഗല്ലു കാണുകയാണെങ്കിൽ ഞാൻ രത്നയെയും അപ്പൂപ്പനെയും ഓർക്കുന്നു. ഇതുപോലെയുള്ള മനുഷ്യർ ധാരാളം ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകം എത്ര കൂടുതൽ മനോഹരമാകുമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോകാറുണ്ട്. ഹൊറഗല്ലുവിന് ഇന്നും പ്രസക്തിയുണ്ട്. ഇന്നത്തെ ലോകത്ത് മനുഷ്യർക്ക് പല പ്രശ്നങ്ങളുണ്ട്. അത് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ദുഃഖം കുറഞ്ഞു കിട്ടും. അപ്പം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ മനസ്സുള്ള മനുഷ്യർക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.